തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളിലുള്ള ഒരു മണ്ഡലമാണ്. വേറെ ലോക്കൽ ബോഡികളില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 10-24 വാർഡാണ് അതിനകത്തുള്ളത്. അതിൽ നോക്കുവാണെങ്കിൽ LDFനാണ് വോട്ട് കൂടുതൽ, 45,223 വോട്ട്. NDAക്ക് 40,311 വോട്ട്. ഏകദേശം 2000 വോട്ടിന്റെ വ്യത്യാസം ഇല്ല, 1500 വോട്ടിന്റെ വ്യത്യാസമുള്ളൂ. UDFന് കുറച്ചുകൂടെ കുറവാണ്, 37,000 വോട്ടേ ഉള്ളൂ UDFന്. മറ്റുള്ള സ്വതന്ത്രരുടെ വോട്ട് 2,000 വോട്ടുണ്ട്. ഇപ്പം കൗൺസിലർമാരെ നോക്കുകയാണെങ്കിൽ NDA 13 കൗൺസിലും, UDF 7 കൗൺസിലും, LDF 5 കൗൺസിലും. എന്തൊരു വ്യത്യാസം നോക്കി. കാരണം LDF ആണ് യഥാർത്ഥത്തിൽ വോട്ട് ഏറ്റവും കൂടുതൽ, പക്ഷേ ആകെ 5 കൗൺസിലർമാരേ ഉള്ളൂ. ഏറ്റവും കുറവ് കൗൺസിലർമാരാണ്. ബാക്കി BJP രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ വോട്ടുണ്ട്, 13 കൗൺസിലർമാരുണ്ട്. UDFന് 3-ാം സ്ഥാനമാണ് വോട്ടെങ്കിലും അവർ 7 കൗൺസിലർമാരെ വിജയിപ്പിച്ചു. അപ്പം ഇപ്പൊ ഇതിന്റെ അനാലിസിസിൽ തിരുവനന്തപുരം സെൻട്രലില് ഇത്രയും കൗൺസിലർമാരുണ്ട്, 13 കൗൺസിലർമാർ വർക്ക് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതും അതിന്റെ ഒരു നേട്ടം BJPക്ക് എന്തായാലും ഉണ്ട്. LDFന് വിരുദ്ധമായിട്ടൊരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 45,000 വോട്ട് BJP തിരുവനന്തപുരം സെൻട്രൽ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതില് ചിലപ്പോൾ UDF ആവാൻ സെക്കൻഡ് സ്ഥാനവും, LDF 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയും തിരുവനന്തപുരം സെൻട്രലിലുണ്ട്.